നമസ്കാരം. നടൻ ശ്രീനിവാസിന്റെ മരണം സിനിമാ പ്രേക്ഷകർക്ക് വലിയ വേദനയാണ് നൽകിയിരിക്കുന്നത്. രാവിലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലമായി ശ്രീനിവാസിനെ അലട്ടുന്നുമുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള പ്രശ്നങ്ങളായിരുന്നു കൂടുതലും. ജീവിതത്തിൽ പല ആദർശങ്ങളും മുറുകെ പിടിച്ചയാളാണ് ശ്രീനിവാസൻ. ദീർഘകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. സിനിമാ സംബന്ധിതമായ ചടങ്ങുകളിലും ചാനൽ പരിപാടികളിലുമെല്ലാം പങ്കെടുത്ത് എങ്കിലും സജീവമായി തന്നെ അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ICUവിലായിരുന്നപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ സിനിമയായിരുന്നെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതും ഇപ്പോൾ ചർച്ചയാവുകയാണ്. കാണാനെത്തിയ സുഹൃത്തുക്കളോട് എഴുതാൻ പോകുന്ന സിനിമയെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അത്രത്തോളം സിനിമയെ സ്നേഹിച്ച വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ. അഭിനയം മാത്രമല്ല, എഴുത്തുകാരനും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. അച്ഛന് പിന്നാലെയായി സിനിമയിലെത്തിയ മക്കളും അതിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പറയാനുള്ളത് മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസൻ്റേത്. ഈ സ്വഭാവം കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും മക്കളുമെല്ലാം ഈ സ്വഭാവത്തെക്കുറിച്ച് പറയാറുമുണ്ട്. മുൻപ് കൈരളി TVക്ക് നൽകിയ അഭിമുഖത്തിലും വിമല ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ഭർത്താവ് എന്ന നിലയിൽ ഒരേയൊരു ദോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമല പറഞ്ഞത്. സ്ത്രീകൾക്ക് അവരുടേതായ സ്പേസ് കൊടുത്തും ഭാര്യ എന്ന പരിഗണന കൊടുത്തുമൊക്കെയുള്ള കഥകളല്ലേ അദ്ദേഹം മിക്കവാറും എഴുതാറുള്ളത് എന്നായിരുന്നു വിമല ചോദിച്ചത്. തലേണ മന്ത്രത്തിലെ ഉർവശിയുടെ ക്യാരക്ടറിന് പ്രചോദനമായത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. സിനിമ എടുക്കുന്നത് മുഴുവനും സ്വന്തം ജീവിതത്തിൽ നിന്നാണെന്ന് പറയാനാവില്ലല്ലോ. അങ്ങനെയല്ല, പ്രചോദനമേകിയോ എന്നാണ് എനിക്ക് വന്ന ചോദ്യങ്ങൾ എന്നായിരുന്നു ശ്രീനിവാസന്റെ വിശദീകരണം. സ്ത്രീകളെ വല്ലാതെ വിമർശിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് എഴുതാറുള്ളത്. ആർഭാടത്തോടെയുള്ള സ്ത്രീയുടെ അഭിനിവേശമാണല്ലോ തലേണ മന്ത്രത്തിൽ കാണിച്ചത്. ഞാനൊരു സ്ത്രീ വിരോധിയാണോ എന്നറിയാനാണ് ഈ കുത്തിയുള്ള ചോദ്യമെന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ സ്ത്രീ വിരോധിയൊന്നുമല്ല എന്നായിരുന്നു വിമലയുടെ പ്രതികരണം. ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ദോഷങ്ങളൊന്നും പറയാനില്ല. ഒരേ ഒരു ദോഷമേ പറയാനുള്ളൂ. മനസ്സിലുള്ളത് മുഴുവനും എടുത്തു പറഞ്ഞ് ഉള്ള ആളുകളെ മുഴുവൻ അത് ഇത് എന്നൊക്കെ പറയും. അങ്ങനെ മനസ്സിലുള്ളത് മുഴുവനും തുറന്നു പറയാൻ പാടില്ലെന്നാണ് എൻ്റെ നിലപാട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പറയുകയും എഴുതുകയും ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിഷമം. മോനെ, ഉള്ളത് മുഴുവനും തുറന്നു പറയരുതെന്ന് ഞാൻ മോനോട് പറയാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് സംസാരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ സംസാരം കുറച്ചു എന്നായിരുന്നു വിനീതിൻ്റെ കമൻറ്റ്. അച്ഛനെ പോലെ ആവാതിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു കാര്യം വെച്ചാണ്. ശത്രുക്കളല്ല. അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കാരണം കുറച്ചു പേർക്ക് വിഷമമുണ്ടായതായി എനിക്കറിയാം. 1/4% മനസ്സിൽ വെച്ച് ബാക്കി 3/4% പറഞ്ഞോളൂ. അതാണ് എൻ്റെ ഇഷ്ടമെന്നും വിമല ശ്രീനിവാസനോട് പറഞ്ഞിരുന്നു. ശ്രീനിവാസനെ പോലെ സ്വന്തം അഭിപ്രായം കൃത്യമായി പറയാറുണ്ട് ധ്യാൻ. തമാശ കലർത്തിയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. പണ്ട് അച്ഛൻ ഏതെങ്കിലും അഭിമുഖത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് വരരുതെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അർപ്പിതയും അതുപോലെയാണ്. ഇന്ന് എങ്ങോട്ടാണ്, വിവാദങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് തമാശയാക്കും. വീട്ടിൽ ആർക്കും തന്നെ വിലയില്ലെന്നും ധ്യാൻ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ മലയാള സിനിമാ പ്രേമികൾക്ക് എന്തായാലും ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരനെ കൂടി നഷ്ടമായിരിക്കുകയാണ്. ആരോഗ്യം വീണ്ടെടുത്ത് പുതിയ കഥകളുമായി ശ്രീനിവാസൻ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇടയിലേക്കാണ് കുറച്ചു മുമ്പ് അദ്ദേഹത്തിന് മരണവാർത്ത എത്തുന്നത്. കേരളത്തിന്റെ ജീവിത രാഷ്ട്രീയ കാലാവസ്ഥകളെ ആത്മവിമർശനത്തിന്റെ നർമ്മഭാവത്തോടെ സിനിമയിൽ പകർത്തിയ പ്രതിഭാശാലിയായ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായിരുന്നു ശ്രീനിവാസൻ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിക്കുന്നത്. ശ്രീനിവാസിന്റെ പേരിനോട് ചേർന്ന് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് മോഹൻലാൽ എന്നത്. ഇരുവരുടെയും സൗഹൃദത്തിൽ പിറന്ന സിനിമകൾ ഇന്നും മലയാളികൾ കണ്ട് ആസ്വദിക്കുന്നവയാണ്. ദാസിനെയും വിജയനെയും സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീനിവാസൻ വിടവാങ്ങിയെന്ന വാർത്ത ഒരു പിടച്ചിലോടെയാണ് മോഹൻലാൽ കേൾക്കുന്നത്. ശ്രീനിയെ നഷ്ടപ്പെടുന്നത് വലിയ സങ്കടമാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. മലയാളികൾക്കിടയിൽ മോഹൻലാലിന് ഇത്രത്തോളം ഒരു വരവേൽപ്പും സ്നേഹവും ലഭിച്ചതിന് പിന്നിലെ പ്രധാന കാരണം ശ്രീനിവാസൻ എഴുതിയ സിനിമകളും കഥാപാത്രങ്ങളും തന്നെയാണ്. ശ്രീനി കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് സത്യേട്ടനും പ്രിയേട്ടനുമെല്ലാം ഒപ്പമാണ്. നല്ലൊരു നടൻ എന്ന രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം. ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായും കുടുംബവുമായും ഒരുപാട് ബന്ധമുണ്ട് എനിക്ക്. അതൊന്നും സിനിമ നടൻ എന്ന പേരിലല്ല. ഒരുപാട് സർക്കാസിസ്റ്റ് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തമാശ പടങ്ങളാണെങ്കിലും അവയ്ക്കെല്ലാം ഒരു ഉൾക്കാമുണ്ടായിരുന്നു. സിനിമയെയും ജീവിതത്തെയും വളരെ വ്യത്യസ്തമായി കണ്ടയാളാണ്. ഞാനുമായി നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നയാളാണ്. അദ്ദേഹത്തെ നഷ്ടപ്പെടുക എന്നത് വലിയ സങ്കടം തന്നെയാണ്. പക്ഷേ കുറേ കാലമായി അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് മുക്തി നേടി വരുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാവരോടും ഇണങ്ങിയും പിണങ്ങിയുമുള്ള സൗഹൃദമായിരുന്നു ശ്രീനിക്ക്. ഞങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികളുമായും ബന്ധമുണ്ട്. വീട്ടിൽ വരാറുള്ളവരാണ്. ഇണക്കവും പിണക്കവും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണുള്ളത്. ഞാൻ ആരുമായും കൂടുതൽ പിണങ്ങാറില്ല. ശ്രീനിയുമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. പിണക്കങ്ങൾ ജീവിതത്തിലെ ഭാഗ്യമാണ്. ഒരുപാട് വർഷത്തെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ആളല്ലേ. അദ്ദേഹം പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം സങ്കടമാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നത് അറിയാനുള്ള തിടുക്കത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു.
അടുത്തിടെ ഹൃദയത്തിന്റെ തെറ്റിൽ മോഹൻലാലിനെ കാണാനായി ശ്രീനിവാസൻ എത്തിയിരുന്നു. അതിനു മുമ്പ് ഇരുവരും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടത് മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡ് നടന്നപ്പോഴാണ്. അന്ന് വേദിയിൽ വെച്ച് ലാൽ ശ്രീനിയെ ചുംബിക്കുന്ന രംഗങ്ങൾ വൈറലായിരുന്നു. ഏവരുടെയും മനസ്സ് നിറഞ്ഞ നിമിഷമായിരുന്നു അത്. ശ്രീനിക്ക് അസുഖമെന്ന് ഞാൻ പറയില്ല. ശരീരത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ സങ്കടം വരുമെന്നും ആ സങ്കടത്തെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് അറിയില്ലെന്നുമായിരുന്നു മോഹൻലാൽ അന്ന് പ്രിയ സുഹൃത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത്. ദിലീപ്, പൃഥ്വിരാജ്, സുകുമാരൻ, വിനയൻ, ഉർവശി, ബേസിൽ ജോസഫ്, കൃഷ്ണപ്രഭ, മാലാപാർവതി, ഷെയ്ൻ നിഗം, ടിനി ടോം തുടങ്ങി ചലച്ചിത്ര രംഗത്തെ നിരവധി പേർ പ്രിയ നടന് ആദരാഞ്ജലികൾ നേർന്നെത്തി. അതേസമയം സിനിമാ മേഖലയിൽ ഒരുപക്ഷെ ആരെക്കാളും ആഴത്തിൽ ശ്രീനിവാസൻ എന്ന കലാകാരനെയും മനുഷ്യനെയും അടുത്തറിയാവുന്ന ഒരാൾ അന്ന് സത്യൻ അന്തിക്കാടാകും. അത്രയേറെ ആത്മബന്ധം ഇരുവരും തമ്മിലുണ്ട്. ശ്രീനി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ലെന്നാണ് ആ സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ സത്യൻ അന്തിക്കാട് ആദ്യം പറയുന്ന വാക്കുകൾ. 1986 TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സത്യൻ അന്തിക്കാടുമായി ഒന്നിക്കുന്നത്. അതൊരു നല്ല തുടക്കമായിരുന്നു. ഇരുവർക്കുമൊപ്പം അന്ന് മോഹൻലാലും ഉണ്ടായിരുന്നു. പിന്നീട് സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശനം എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. അടുത്തിടെയായി അസുഖങ്ങളും അവശതകളും ശ്രീനിയെ കൂടുതലായി ബാധിച്ചുവെന്ന് സത്യൻ അന്തിക്കാട് അറിഞ്ഞിരുന്നു. എന്നത്തെയും പോലെ പഴയ ശ്രീനിയായി എൻ്റെ അരികിലേക്ക് പ്രിയ സുഹൃത്ത് വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഡയാലിസിസിന് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശ്രീനിയുടെ ആരോഗ്യസ്ഥിതി വഷളമായതും മരണം സംഭവിച്ചതും. സത്യൻ അന്തിക്കാടും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് മരണവാർത്ത അറിഞ്ഞത്. നിറഞ്ഞ കണ്ണുകളോടെ കണ്ടമിടറിക്കൊണ്ടാണ് പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കിട്ടത്. അസുഖങ്ങൾ നിരന്തരമായി അലട്ടുന്നതിനാൽ തനിക്ക് മതിയായെന്ന് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞുവെന്നും സത്യൻ അന്തിക്കാട് ഓർത്തെടുത്തു. ശ്രീനി കുറേ നാളുകളായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാനും ശ്രീനിയും തമ്മിലുള്ള ആത്മബന്ധം. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ ശ്രീനിയെ കാണാൻ പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒന്ന് വീണു. നടക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ സർജറി നടത്തിയിരുന്നു. ഇരുന്നു തുടങ്ങിയെന്നും വാക്കറിൽ നടക്കാൻ പറ്റുമെന്നുമാണ് കരുതുന്നതെന്നും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു. അപ്പോഴൊന്നും അദ്ദേഹം പോകുമെന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പോയി പുള്ളിയെ ചാർജ് ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കും. ബുദ്ധിയും ചിന്തകളും എല്ലാം അപ്പോഴും വളരെ ഷാർപ്പായിരുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് മതിയായെന്ന്. കുറച്ച് നാളുകളായി അസുഖമായി കിടക്കുകയാണല്ലോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദേശം വീണ്ടും ചർച്ചയായപ്പോൾ അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു. വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു നിർത്തി സത്യൻ അന്തിക്കാട്. ശ്രീനിവാസനുമായുള്ള സത്യൻ അന്തിക്കാടിന്റെ ആത്മബന്ധം എത്രത്തോളം വലുതായിരുന്നുവെന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും നിറഞ്ഞ കണ്ണുകളും പറയുന്നുണ്ടായിരുന്നു. സത്യേട്ടന് ആയിരിക്കും കൂടുതൽ വിഷമം അനുഭവിക്കാൻ പോകുന്നത്. ആത്മബന്ധം അത് വളരെ വലുതാണ് മറ്റ് എന്തിനേക്കാളുമെന്ന് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകളിലുണ്ട്. സത്യൻ അന്തിക്കാട് ഇത്ര വൈകാരികമാകണമെങ്കിൽ എത്രമാത്രം ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായതുകൊണ്ടാകും സത്യന്റെ വലം കൈയാണ് പോയത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ട ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. രോഗാവസ്ഥയിലായ ശേഷം ശ്രീനിവാസന് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും ലഭിച്ചിരുന്നത് സത്യൻ അന്തിക്കാടിന്റെ ഇടയ്ക്കുള്ള സന്ദർശനങ്ങളിലൂടെയാണ്. സത്യൻ വരുന്ന ദിവസമാണെന്ന് അറിഞ്ഞാൽ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കാത്തിരിക്കുമായിരുന്നു ശ്രീനിവാസനെന്ന് ഭാര്യ വിമല മുമ്പ് ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുമുണ്ട്.